ഹായ് ഹലോ. അപ്പം മലയാളം റീപ്പർ ട്യൂട്ടോറിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്കോർഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഇൻ്റർഫേസ് ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ ഓഡിയോ ഇൻ്റർഫേസാണ്. എൻ്റെ ഓഡിയോ ഇൻ്റർഫേസിൽ 2 ഇൻപുട്ടാണ് ഉള്ളത്. അപ്പോൾ ആ 2 ഇൻപുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇൻപുട്ട് നമ്പർ 1ലാണ് കണക്ട് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ 1 ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 2ലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇവിടെയും 2 സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ റൗട്ട് ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ റെക്കോർഡ് ബട്ടൺ എനേബിൾ ചെയ്യാവുള്ളൂ. ഇനി ഇതാണ് നമ്മുടെ മിക്സർ വിൻഡോ. അപ്പോൾ ഈ മിക്സർ വിൻഡോ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്ന് പറഞ്ഞ ബട്ടണിലാണ് ഞാൻ അസൈൻ ചെയ്തേക്കുന്നത്. എല്ലാ ട്രാക്കിൻ്റെ ഔട്ട്പുട്ട് വന്നു ചേരുന്നത് ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ട്രാക്കിലാണ്. ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ട്രാക്കിൽ ലെവൽസ് കാണിക്കുന്നുണ്ട്. ഹാഫ് സ്കെയിലാണ് നമുക്ക് ലെവൽസ് കാണിക്കുന്നത്. ഇപ്പോൾ -12 അല്ലെ -6 വരെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ലെവൽസ് പോകുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ട്രാക്കിൻ്റെ ലെവൽസ് പീക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ -6ലാണ്. ഇപ്പോൾ സേഫാണ്. ഈ ഒരു ലെവൽസിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ യെല്ലോയിൽ വരെ പോകാം മാക്സിമം. അതിന് മേളിലേക്കുള്ള റെഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഗ്രീനിൽ തന്നെ അല്ലെങ്കിൽ ബ്ലൂവിൽ തന്നെ നിർത്താൻ നോക്കുക. നോർമലി ലെവൽസ് ഗ്രീനിലായിരിക്കും കാണിക്കുന്നത്, സേഫ് ആയിട്ടുള്ള ഏരിയ. അതിന് ശേഷം യെല്ലോയും അതിന് ശേഷം റെഡുമാണ് കാണിക്കാറ്. ഇപ്പോൾ ഈ തീമിൻ്റെ പ്രത്യേകതയാണ്, ഒരു ഗ്രീൻ ബ്ലൂവും കൂടെ ചേർന്നൊരു കളറാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ സ്കെയിലാണെങ്കിൽ -15ലും ഹാഫ് സ്കെയിലാണെങ്കിൽ ഒരു -18 to -6 എന്നുള്ള റേഞ്ചിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. ഒരു ഹെഡ് റൂം കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്നൊരു സൗണ്ട് വലിയ ഒച്ചയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗെയിൻ തിരിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു ഹെഡ് റൂം കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഇവിടെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോണിറ്ററിംഗ് ഇപ്പോൾ ഓണാണ്. ഓൺ കൂടാതെ നമുക്ക് ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ബൂത്തിൽ ഒരാൾ പാടുകയോ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഇവിടെ കേൾക്കില്ല, മോണിറ്ററിംഗ് റൂമിൽ കേൾക്കില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് വരുന്ന ഇൻപുട്സിനെ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ മോണിറ്റർ ചെയ്യാൻ. മോണിറ്ററിംഗ് ഓഫ് ആണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴും കേൾക്കില്ല, പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും കേൾക്കില്ല. പിന്നെ ഉള്ളത് ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും കേൾക്കും, പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും കേൾക്കും. അപ്പം ഈ 3 മോണിറ്ററിംഗ് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 2 അതിൽ കൂടുതലോ ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഈ റെക്കോർഡ് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് റെക്കോർഡ് ആം വെൻ ട്രാക്ക് സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എപ്പോൾ ആ ട്രാക്ക് വന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയിരുന്നായിരിക്കും. നമുക്ക് എല്ലാ ട്രാക്കിനും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ട്രാക്കും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് റെക്കോർഡ് ആം വെൻ ട്രാക്ക് സെലക്റ്റഡ് എന്നുള്ളത് കൊടുക്കണം. ഇപ്പോൾ ഏത് ട്രാക്ക് ക്ലിക്ക് ചെയ്താലും റെക്കോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആംഡ് ആവുന്നതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ പഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം ഓപ്ഷൻസിൽ പോയിട്ട് ആദ്യം കിടക്കുന്ന റെക്കോർഡ് മോഡ് നോർമൽ എന്നുള്ളതാണ്. അതാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്ന മോഡ്. ഈ നോർമൽ മോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. സെപ്പറേറ്റ് ട്രാക്കായിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഓവർലാപ്പ് വന്നു. ടൈം സെലക്ഷൻ ഓട്ടോ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു, ഈ ഏരിയ വരുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി എന്നാണ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്രയും ഭാഗം മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് ആ ഒരു ഏരിയ മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സെലക്ഷൻ ഓട്ടോ പഞ്ച് ഉപയോഗിക്കുന്നത്. ഇനി റെക്കോർഡ് മോഡ് 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ പഞ്ച് സെലക്റ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ട്രാക്ക് കൂടെ ഉണ്ട്. ഈ ട്രാക്കിനെ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ആദ്യം. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ടേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ആ സെലക്ട് ചെയ്ത ക്ലിപ്പ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നോർമലി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുന്ന പൊസിഷൻ തൊട്ട്
നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന പോർഷൻ വരെ ഉള്ളതാണ് നോർമൽ റെക്കോർഡിങ്ങിൽ വരുന്നത്. സെലക്ഷൻ ഓട്ടോ പഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഏരിയയിൽ മാത്രമേ റെക്കോർഡാവുള്ളൂ. പിന്നെയുള്ള ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മീഡിയ ക്ലിപ്പിൽ എന്തോരം ടൈം ഉണ്ടോ അത്രയും ടൈം മാത്രമേ റെക്കോർഡാവുള്ളൂ. ആ ട്രാക്കിലുള്ള വേറൊരു ഓഡിയോ ഫയലിനെയും അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസാണ് റെക്കോർഡ് ചെയ്യാൻ നമുക്കുള്ളത്. ഇനി ന്യൂ റെക്കോർഡിംഗ് ദാറ്റ് ഓവർലാപ്സ് എക്സിസ്റ്റിംഗ് മീഡിയ ഐറ്റംസ്. ഇതിനുള്ളിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ കിടക്കുന്നത് ട്രിം എക്സിസ്റ്റിംഗ് ഐറ്റം ബിഹൈൻഡ് ന്യൂ റെക്കോർഡിംഗ് ടൈപ്പ് മോഡ് എന്ന് പറഞ്ഞ ഈ മോഡിലാണ്. ഈ സ്പ്ലിറ്റ് എക്സിസ്റ്റിംഗ് ഐറ്റം ആൻഡ് ക്രിയേറ്റ് ന്യൂ ടേക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ റെക്കോർഡിംഗ് മോഡ് നോർമലിലാണ്. രണ്ടാമത്തെ ടേക്ക് ഇവിടെ ഒരു സെക്കൻഡ് ലൈനിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ 2 ലൈനായിട്ടാണ്. ഇത് സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഏത് പ്ലേ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. സെലക്ഷൻ ഏത് കിടക്കുന്നോ അതായിരിക്കും പ്ലേ ചെയ്യുക. പിന്നെ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ 3 ടേക്ക് ഉണ്ടെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടേക്ക് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. 1 2 3. ഇനി ഒരു ടേക്ക് കൂടെ വേണം എടുക്കാം. ഇപ്പോൾ 4 ടേക്കായി. ഇങ്ങനെ എത്ര ടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്ന അനുസരിച്ച് ഇവിടെ ഈ ട്രാക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇതിനുള്ളിൽ ടേക്സ് കാണിക്കുന്നതാണ്. ഇങ്ങനെ ടേക്സ് എടുക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ പാടായിരിക്കും. അതായത് മൊത്തത്തിലായിരിക്കും ഇത് മൂവ് ആവുക. ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ടേക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് മൊത്തത്തിൽ പോവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനെ വന്നിട്ട് ഡിലീറ്റ് ആക്റ്റീവ് ടേക്ക് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ആ ഒരു ലൈനിലുള്ള ടേക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പാടായിരിക്കും. ക്രിയേറ്റ് ന്യൂ മീഡിയ ഐറ്റംസ് ഇൻ സെപ്പറേറ്റ് ലൈൻ എന്നുള്ള ഈ ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഓരോ ട്രാക്കും ലൈനായിട്ടുള്ള സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനകത്ത് നിന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഓഡീഷൻ ചെയ്ത് ആവശ്യമില്ലാത്ത ക്ലിപ്പ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ്. ഇതിൽ റെക്കോർഡ് ചെയ്തേക്കുന്ന എല്ലാ ക്ലിപ്പും പ്ലേ ആവുന്നതാണ്. അതുകൊണ്ട് ഓക്കെ ആയിട്ടുള്ള ടേക്ക് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ടേക്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ട്രാക്കും കൂടെ പ്ലേ ആവുന്നതായിരിക്കും. ഓട്ടോ ക്രോസ് ഫെയ്ഡ് മീഡിയ ഐറ്റംസ് വെൻ എഡിറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ നോക്കാം. അതായത് ഞാനിപ്പം മീഡിയ എക്സ്പ്ലോററിൽ നിന്നൊരു ഫയൽ എടുക്കുകയാണ്. നമുക്ക് ഈ മീഡിയ എക്സ്പ്ലോറർ ഷിഫ്റ്റ് സെമിക്കോളൻ പ്രസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്ന ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന ഷോർട്ട് കട്ട്സ് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളിനി അത് സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ പോയി കാണുക. ഇപ്പം ഫയൽ എക്സ്പ്ലോറർ മീഡിയ എക്സ്പ്ലോറർ വന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ ഫയൽസ് ഏത് ഡ്രൈവിലാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏത് ഫോൾഡറിലാണ് ഏത് ഫയലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ഫോൾഡറിനകത്ത് കയറി സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ക്ലാപ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ലൂപ്പ് ചെയ്ത് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ലൂപ്പ് ചെയ്ത് പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലൂപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ ഓഡിയോ ഫയലും ഒരു തവണ പ്ലേ ആവുള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഓഡിയോ ഫയൽ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാനിത് ലേശം ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര നീക്കി കൊടുക്കുന്നോ അതിനനുസരിച്ച് ക്രോസ് ഫെയ്ഡും അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. നമുക്ക് ഈ ക്രോസ് ഫെയ്ഡ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഓട്ടോ ക്രോസ് ഫെയ്ഡ് മീഡിയ ഐറ്റംസ് വെൻ എഡിറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ. ഷോ ഓൾ ടേക്സ് ഇൻ ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ട്രാക്കിൽ തന്നെ 2 ലൈനായിട്ടാണ് കാണിക്കുന്നത്. ഷോ ഓവർലാപ്പിംഗ് മീഡിയ ഐറ്റംസ് ഇൻ ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഫയലെല്ലാം വേറെ വേറെ ലൈനിലായിട്ട് കാണിക്കുന്നതാണ്. ഇതാ ഇങ്ങനെ കാണാം. നമ്മുടെ ട്രാക്കിൽ ഏതൊക്കെ എഫക്ട്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മിക്സറിൽ പോയി നോക്കാതെ തന്നെ കാണാൻ പറ്റും. ഓരോ ട്രാക്കിൻ്റെ താഴെ തന്നെ ആ എഫക്ട്സിൻ്റെ പേരും തൊട്ടിപ്പുറത്ത് തന്നെ പുതിയ എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാവുന്നതാണ്. അതിനാണ് ഷോ എഫക്ട്സ് ഇൻസേർട്ട് ഇൻ TCP എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് എഫക്ട്സ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 3 ബാൻഡ് EQ കൊടുക്കുകയാണ്. ഇവിടെ 3 ബാൻഡ് EQ നമുക്ക് കാണാം.
അപ്പോൾ നമുക്ക് എപ്പോൾ 3 ബാൻഡ് EQ ഈ ട്രാക്കിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫക്ട്സിൽ പോയിട്ട് ആ എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷമേ പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓപ്ഷൻസിൽ തന്നെ ഷോ സെൻഡ് ഇൻ TCP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏത് ട്രാക്കിലേക്കാണെന്നും എത്ര ശതമാനം നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതും. അപ്പം ഞാനിവിടുന്ന് ഒരു ട്രാക്കിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എത്ര സെൻഡ് ചെയ്യണം നമുക്ക് ഈ ട്രാക്കിൽ തന്നെ കാണാൻ പറ്റും. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ട്രാക്കിൽ നിന്ന് എത്ര ലെവലിൽ സിഗ്നൽ ഈ ട്രാക്കിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര പ്ലഗിനും എത്ര സെൻഡ് വേണേലും ഈ ട്രാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ട്രാക്ക് ഹൈറ്റിൽ കാണിക്കാൻ പറ്റുന്ന അത്രയും പ്ലഗിൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിലും കൂടുതൽ ട്രാക്സിൽ ഉള്ള പ്ലഗിൻസോ സെൻഡോ കാണണമെന്നുണ്ടെങ്കിൽ ട്രാക്കിൻ്റെ വിൻഡോ വലുതാക്കിയാൽ മതി. നമുക്ക് താഴേക്ക് ലോഡായി വരുന്ന കാണാം. അപ്പോൾ ഇത് എത്ര വേണേലും നമുക്ക് ലോഡ് ചെയ്തിടാവുന്നതാണ്. ഇനി നമുക്ക് ട്രാക്സ് എങ്ങനെ സ്റ്റാക്ക് ചെയ്യാൻ നോക്കാം. അതായത് എനിക്കിപ്പോൾ 2 ട്രാക്ക് ഉണ്ടെന്ന് വെക്കുക. 2 ട്രാക്ക് എനിക്ക് വേറൊരു ട്രാക്കിലേക്ക് സ്റ്റാക്ക് ചെയ്യണം. ഞാൻ ഇതിനെ FX എന്ന് പറഞ്ഞൊരു ട്രാക്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോൾഡർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനടിയിലുള്ള എല്ലാ ട്രാക്സും സ്റ്റാക്ക് ആവുന്നതാണ്. അതല്ല നമുക്കൊരു ട്രാക്ക് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ട്രാക്കിൻ്റെ ഗ്രേ ഏരിയയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് മേളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാണാം, സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഇതും സ്റ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യാറ്. അല്ലെങ്കിൽ വോക്കൽസ് റെക്കോർഡ് ചെയ്യുമ്പം, കോറസ് എടുക്കുമ്പോൾ, മെയിൻ വോക്കൽസ് കൂടാതെ DT എടുക്കുമ്പോൾ, അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഈ ഓഡിയോ ട്രാക്കിന് താഴെ സ്റ്റാക്ക് ചെയ്തേക്കുന്ന എല്ലാ ട്രാക്സും ഈ മെയിൻ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. ഈ FX എന്നുള്ള ഈ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രാക്കിന് എന്ത് എഫക്ട്സ് ഇട്ടാലും ഇതിൻ്റെ താഴെയുള്ള എല്ലാ ട്രാക്കിലും അത് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വോളിയം കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് താഴെയുള്ളതിൻ്റെ ലെവൽ ഇവിടെ വരുമ്പോൾ കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്ത ഓഡിയോസ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ടുള്ളൊരു വേവ് ഫോമും ഇവിടെ കാണിക്കുന്നതാണ്. മെയിൻ ട്രാക്കിന് നേരെ സ്റ്റാക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ സ്റ്റാക്ക് ചെയ്ത ഫോൾഡറിൻ്റെ അടിയിൽ വീണ്ടും സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര വേണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മീഡിയ ഐറ്റം പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ക്ലിപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഇതിൻ്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട്, എത്ര ലെങ്ത് ഉണ്ട് ഈ ക്ലിപ്പിനെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ്. അതിൻ്റെ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലിപ്പം പല ടേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേത് ടേക്കാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കും എന്നുള്ളത് കാണിക്കും. പിന്നെ നമുക്ക് ഈ ക്ലിപ്പ് ഇവിടെ റിനെയിം ചെയ്യാം. ഏത് ഫോർമാറ്റാണെന്നും കാണിക്കുന്നുണ്ട്. ഇവിടെ നോർമലൈസ് ചെയ്യാൻ പറ്റും. പാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പിച്ച് ഷിഫ്റ്റ് ചെയ്യുന്ന മോഡ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പ്രോപ്പർട്ടീസിൽ നോക്കിയാൽ ഈ ഫയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ലെങ്ത്ത്, സാമ്പിൾ റേറ്റ്, എത്ര ചാനലുണ്ട്, മോണോ ആണോ സ്റ്റീരിയോ ആണോ, ബിറ്റ് റേറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി ഇവിടെ സൈഡിൽ തന്നെ റിവേഴ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്താൽ ഈ ട്രാക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം.